നമസ്കാരം. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞു, എന്റെ മെസ്സേജുകൾ കേട്ട് ആദ്യം മുതലേ കേൾക്കുന്ന പലരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ആ സൃഷ്ടാവ ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആത്മാവിലൂടെയുള്ള ആ ഒരു മെസ്സേജുകൾ കൈമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും മാത്രമല്ല മറ്റ് അദൃശ്യ മണ്ഡലങ്ങളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമായും ആത്മാവിലൂടെയുള്ള ആ സംസാരവും നിർദ്ദേശങ്ങളും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കിട്ടാനായി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഉദ്ദേശിക്കും പോലെ ഫലങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പല രീതിയിലും അവർ പിന്മാറ്റമായി പോകുന്നു. നിരാശയാണ്. പല മാർഗങ്ങൾ തേടി പോകുന്നു. മറ്റു പല മാർഗങ്ങൾ, പണ്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന പല യോഗ, അങ്ങനെയൊക്കെയുള്ള പല മാർഗങ്ങളിലൂടെ അവർ പുറകോട്ട് പോയി, അല്ലെങ്കിൽ അതൊക്കെ പോയി ശ്രമിക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ പലരും എന്നെ വിളിച്ച് പറയുന്നത്. ചിലർ ദുശീലങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചാണ് കഴിഞ്ഞ മെസ്സേജിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോ അതിന്റെ ബാക്കിയെന്നോണം ചില കാര്യങ്ങൾ കൂടി പറയാം. അത്തരക്കാർ എന്ത് ചെയ്യണം, അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ഞാൻ പറയുന്ന രീതിയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയാണ് അത്തരക്കാർക്ക് കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് നല്ല മനസ്സിലാക്കിയാൽ നിങ്ങളുടെ നിരാശ മാറും. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നതും ഞാൻ ഈ പറയുന്ന മാർഗത്തിലൂടെ പോയാൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ പറയുന്ന മാർഗം എന്ന് പറയുന്നത് ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ ആത്മീയ മാർഗം, ഈ മോക്ഷം എന്ന് പറയുന്ന അതിലോട്ട് എത്താൻ വേണ്ടി ഓരോ ആത്മാക്കൾ സഞ്ചരിക്കുന്ന വഴികളും അവസാനം എത്തുന്ന പൂർണ്ണതയും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് ദൈവം പറഞ്ഞിരുന്ന രീതിയിൽ പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പലർക്കും അതൊന്നും മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് ഒരുപാട് ആത്മീയ ഗുരുക്കന്മാർ, മതത്തിൽപ്പെട്ട പലരും പല രീതിയിൽ ആൾക്കാരെ ചൂഷണം ചെയ്തും അവർ പഠിച്ചു വെച്ച സാധനങ്ങൾ അതേപോലെ വെച്ച് പഠിപ്പിച്ചും അവർ പോലും ഇതൊന്നും അനുഭവിച്ചു കാണൂല. മനുഷ്യരെ പഠിപ്പിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ചടങ്ങ് പോലെയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എന്നിലൂടെ ദൈവം സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് നിരാശ വരുന്നത് എന്നത് ആദ്യം പറഞ്ഞുതരാം. ഈ വിധ അനുഭവങ്ങൾ വരുന്നത് ശരിക്കും ആത്മാവ് അത്ര കണ്ട് വളർന്ന് വരുന്ന ഒരു സ്റ്റേജിലാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ അനുഭവങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ വളർച്ചയില്ലാത്ത ആത്മാക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒട്ടും വളർച്ചയില്ലാത്തത് കാരണം ആ ആത്മാവ് അനുഭവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് വരികയോ ചെയ്യാത്തത് കാരണം നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ പോലും അവർ കണ്ടത് എന്തോ കണ്ടു എന്നല്ലാതെ ഒന്നുമേ ഓർമ്മയില്ല എന്നുള്ളത് പലരും വിളിച്ച് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം ആ ഒരു സിഗ്നൽസ് നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യാനുള്ള അത്രയും പവർ അല്ലെങ്കിൽ അത്രയും ബലം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ആത്മീയ വളർച്ച അത്രയും വരുന്നുള്ളൂ. പക്ഷേ എന്റെ ഈ മെസ്സേജുകൾ കേൾക്കുന്നതിന് മുന്നമേ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന അനേകരുണ്ട്. അങ്ങനെ പലരും എന്റെ ഈ മെസ്സേജുകൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അവർക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവ് വന്നിട്ടില്ല, മനസ്സിലാകുന്നില്ല. ഇവരുടെ ഈ അനുഭവങ്ങളും ഈ സംശയങ്ങളൊക്കെ അവരുടെ ആത്മീയ ഗുരുക്കന്മാരായ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട വലിയ ആൾക്കാർ, വലിയ ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന വലിയ ആൾക്കാർ എന്ന് വിചാരിച്ച് അവരുടെ ഈ അനുഭവങ്ങളെല്ലാം ഇത്തരക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ ഇത്തരക്കാർക്ക് പോലും ഇവരുടെ അനുഭവങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് വാസ്തവം. ആ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് അത്രയും ഉയർന്നു വന്ന ആത്മാക്കളായതുകൊണ്ടാണ് ഈ ജന്മത്തിലും അവർക്ക് ആ അനുഭവങ്ങളുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ജന്മത്തിൽ അവർ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് കുരുങ്ങി അങ്ങ് കിടക്കുന്നതാണ്. പക്ഷെ ഈ അനുഭവങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ആത്മീയ വളർച്ച നേടിയ ആത്മാവായതുകൊണ്ട് ഈ ജന്മത്തിൽ അവർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്. അവർക്ക് ജന്മനാൽ അതുകൊണ്ട്. പക്ഷെ ആ അനുഭവത്തിലൂടെ അവർ തെറ്റിപ്പോയാണ് ഈ ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കച്ചവട മേഖലയിലോട്ടൊക്കെ ആയിപ്പോകുന്നത്. അത് അവരുടെ ഈ ജന്മത്തിൽ അവരെ പൈശാചിക ആശ്രിത ശക്തികൾ അവരെ മനസ്സിനെ കീഴ്പ്പെടുത്തി പറ്റിച്ചുകൊണ്ട് പോണതാണ്. അങ്ങനെയാണ് അവരിങ്ങനെ കീഴ്പ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും കൂടെയാണ് ദൈവം എന്നിലൂടെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ, ഉണ്ട് ഇല്ലെന്നല്ല ഒരുപാട് പറയുന്നുണ്ട്,
അവരെ മറ്റാസുരിക ശക്തികൾ ഇങ്ങനെയുള്ള കാഴ്ചകളും ദർശനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരെ ആ രീതിയിൽ അതിലൂടെ പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അത്തരക്കാർ ഒരുപാട് പേരുണ്ട്. എന്നാൽ എന്റെ ഈ മെസ്സേജുകൾ കേട്ടിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാത്തതിന്റെ കാരണം നിങ്ങളുടെ ആത്മാവ് ഈ ജന്മത്തിലാണ് ഇങ്ങനെയുള്ള എന്നിലൂടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നത്, തിരിച്ചറിഞ്ഞ് വരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജന്മത്തിൽ തുടക്കം മുതലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിലൂടെ ഈ ബ്ലോക്കായി പോയത് പെട്ടെന്ന് അവർക്ക് റീ ഓപ്പൺ ചെയ്ത് വരും. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പലർക്കും ഈ അനുഭവങ്ങളോടുകൂടി തന്നെ എന്റെ മെസ്സേജുകൾ കേൾക്കുന്നു. അതിന്റെ ആ രീതിയും ഇപ്പോ മെസ്സേജുകൾ കിട്ടുന്ന സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ കാണുന്നതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങളും കൂടി മനസ്സിലാക്കി അവർ മുന്നോട്ട് വളർന്നു വരുന്നു. ചിലർ ബ്ലോക്കായി നിന്നത് അവർക്കത് റീ ഓപ്പൺ ആയിട്ടുണ്ട്. പലർക്കും ഇല്ലാതിരുന്നത് ഈ ജന്മത്തിൽ തന്നെ എന്റെ മെസ്സേജിലൂടെ ഓപ്പണായി ഇങ്ങനെ പുതിയ അനുഭവങ്ങൾ വന്നു തുടങ്ങി എന്നും പറയുന്നുണ്ട്. പക്ഷെ പലർക്കും ഒരു അനുഭവം വരുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ആ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ ആത്മാവ് മുൻ ജന്മങ്ങളിൽ ഈ ലെവലിൽ എത്താത്ത ആത്മാവാണ്. പക്ഷെ ഈ ജന്മത്തിലാണ് ആ ഒരു ഹൈ ലെവലിലുള്ള അറിവുകൾ കിട്ടുന്നത് ഈ ജന്മത്തിലാണ്. അപ്പൊ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സംഗതി വന്നിരിക്കും. ഇതാദ്യം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ ഈ പെട്ടെന്ന് നിരാശപ്പെടരുത്. കാരണം ഞാൻ ഈ മെസ്സേജുകൾ പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനും കൂടിയാണ്. ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവും ഈ വിധ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കാരണം ഭൗതികമായി ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇതൊന്നും നടക്കൂല, രക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോയാലും, ഇല്ലെങ്കിൽ മറ്റ് മേഖലകളിലൂടെ ദൈവത്തെ അന്വേഷിച്ച് പണ്ടത്തെ ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലൂടെയൊക്കെ പോയാൽ, ഈ പണ്ടത്തെ ഞാൻ പറയുന്നതിന്റെ കാരണം 2011-12 കാലഘട്ടത്തിലാണ് എന്നിലൂടെ ദൈവം കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ പല വ്യക്തികളും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഒരു മേഖലയിലൂടെ ആത്മീയത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ മതവും കാര്യങ്ങളൊന്നും അതിലില്ല. ഇതെല്ലാം പഠിച്ച് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കി അതെല്ലാം മതിയാക്കി പുറത്തു വരുന്നവരാണ് ഇപ്പൊ എന്നിലൂടെ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ഇത് എന്നിലൂടെ ഒരു വലിയ ലെവലിലേക്ക് വരുന്നവർക്ക് ആർക്കും ഏതെങ്കിലും ഒരു മതത്തിലും അടിമപ്പെട്ട് കിടക്കാൻ പറ്റൂല. അങ്ങനെ ആരെങ്കിലും പെട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വളർന്നാലേ കുറച്ചും കൂടി വലിയ ലെവലിലേക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ പലരും കഴിഞ്ഞ ജന്മങ്ങളിലേ ആത്മവളർച്ച വന്നതുകൊണ്ടാണ് ഈ ജന്മത്തിൽ തന്നെ വീട്ടുകാരെല്ലാവരും മതത്തിന്റെ അടിമപ്പെട്ട് അതിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ ഇതൊന്നും അല്ല സത്യം, ഒറ്റ ദൈവമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് ഇങ്ങനെയുള്ള ചടങ്ങുകളുടെ ആവശ്യം എന്ത് എന്നൊക്കെ ചിന്ത വരുന്നത് മുൻ ജന്മത്തിൽ നിങ്ങൾ ഈ മതമൊക്കെ ഉപേക്ഷിച്ച ലെവലിൽ വളർന്ന ഒരു ആത്മാവായതുകൊണ്ടാണ്. അത്തരക്കാർക്ക് എന്റെ മെസ്സേജിലൂടെ പെട്ടെന്ന് വളർച്ച ലഭിക്കും. പക്ഷെ ബാക്കി ഒരു അനുഭവം വരുന്നില്ല എന്ന് പറയുന്നവർ നിരാശപ്പെടരുത്. നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ വിധ കാര്യങ്ങൾ അറിഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങളെ ആത്മാവ് തന്നെ നിങ്ങളെ പലതും മനസ്സിലാക്കിച്ച് അതിലോട്ട് എത്തിക്കൊള്ളും. കാരണം ആത്മാവ് കാര്യങ്ങൾ അറിഞ്ഞതേ ഉള്ളൂ. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സ്കൂള് ടെസ്റ്റ് നടത്തി 18 വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് കിട്ടുള്ളൂ. പക്ഷെ ഒരു വണ്ടി ഓട്ടിക്കുന്നത് നമ്മളൊരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു കുട്ടി നമ്മൾ കാണാറുണ്ടല്ലോ, അച്ഛന്റെ കൂടെ സ്റ്റിയറിംഗ് പിടിച്ച് വണ്ടി ഓട്ടിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കർശനമായി നിരോധിച്ചിരിക്കുന്നത്? അല്ലെ, ഇതെല്ലാം മാതാപിതാക്കൾക്ക് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ വണ്ടി ഓട്ടിക്കുന്നതിന് ഗവൺമെന്റ് ഒരു പ്രായപരിധി നിയമമായി വെച്ചിട്ടുണ്ട്. അതേപോലെ ആത്മീയത്തിൽ ഇങ്ങനെയുള്ള അറിവുകളും ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കുന്നതിന് ആത്മീയ വളർച്ചയ്ക്ക് ഒരു പരിധി പ്രകൃതി വെച്ചിട്ടുണ്ട്. ആ പരിധിയിലേക്ക് നമ്മുടെ ആത്മാവ് വളർന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ ജന്മങ്ങളിൽ അത്രയും വളർന്ന ആത്മാവ് അടുത്ത ജന്മത്തിൽ ആ വളർച്ചയിലാണ് ജനിക്കുന്നത്. പക്ഷെ കൊച്ചുകുട്ടിയായിട്ട് ഗർഭപാത്രത്തിലൂടെ വന്നാലും വളർന്ന ആത്മാവാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ ആത്മാവിന് ഈ വിധത്തിൽ അനുഭവങ്ങൾ ഉള്ളത് ആ കുട്ടിക്കാലം മുതലേ ഉള്ളത്. ആത്മാവ് അനുഭവിക്കുന്ന വളർച്ചയുള്ള ആത്മാവിന് അതിനുള്ള കഴിവുണ്ട്, കണ്ടിരിക്കും, തലച്ചോറിലേക്ക് അതിന്റെ സിഗ്നൽ കൊടുക്കാൻ പറ്റിയിരിക്കും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വളർച്ചയില്ലാത്ത ആത്മാക്കളോ, നമ്മൾ ഈ കാണുന്ന പലരും കണ്ടിട്ടില്ലേ, ഇപ്പം വലിയ മതങ്ങളിലെ പെട്ടുകിടക്കുന്ന ഭയങ്കര ലെവലിലൊക്കെ നിൽക്കുന്ന മത പുരോഹിതന്മാരൊക്കെ ശരിക്കും അവരുടെ ആത്മാക്കളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു 6 മാസമോ 7 മാസമോ പ്രായമുള്ള ശിശുക്കളായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ആ ചടങ്ങുകളൊക്കെ ചെയ്ത് അതിൽ തൃപ്തിപ്പെട്ട് ഭയങ്കര ഭക്തിയിലൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവ് അത്രയും വളർന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ഇതേപോലെ ആത്മാവ് എന്റെ മെസ്സേജ് കേട്ട് മതമൊക്കെ വിട്ടുകഴിഞ്ഞ ആത്മാവ് ശിശുത്വത്തിൽ നിന്നും വളർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വലിയ ലെവലിലുള്ള ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളുമായി സംസാരിക്കുന്ന ആ ഒരു
അനുഭവങ്ങൾ, കാഴ്ചകൾ ഇതൊന്നും എത്തുന്ന ലെവലിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ എത്തും. അതിനു മുന്നമേ നിങ്ങൾ നിരാശപ്പെട്ടും കൊണ്ട് വഴിതെറ്റി അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പോകും. ഇത് കുറെ പേര് പോകുന്നത് നിരാശയിൽ പോകുന്നവരുണ്ട്. ചിലര് കാര്യം കാണാൻ ഈ കഴുതക്കാലം പിടിച്ചു നോക്കാം എന്ന് പറയുന്ന ഒരു ശൈലി വന്നിട്ട് ഇപ്പൊ എന്റെ ഈ മെസ്സേജ്, എന്റെ ഈ കാര്യത്തിലൂടെ ഒന്ന് കുറച്ചുനാൾ ശ്രമിച്ച അഥവാ അങ്ങനെയൊക്കെ വല്ലതും നടക്കണമെങ്കിൽ കൊള്ളാം, ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞ് വരുന്നവർക്ക് ഒരു ഫലവും വരൂല. അവരുടെ ആത്മാവ് ഉടനെ ഒന്നും വളരാനും പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എന്റെ അടുത്ത് ആ ഒരു ദൈവത്തിൽ അല്ലെ എന്റെ ആത്മാവ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, കാഴ്ചകളൊന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള വിഷമം വരുന്ന, നിരാശ വന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ അതിലോട്ട് പോകാൻ പറ്റും. കാരണം നിങ്ങളിപ്പോ നിരാശയിലൂടെ മനഃപൂർവ്വം ഒരു വാശി എന്ന നിലയിൽ, ദൈവത്തോട് വാശി കാണിക്കുന്നു എന്ന നിലയിൽ ഞാൻ പഴയ പോലെ മദ്യപിക്കുന്നു, ഞാൻ വേറെ വഴിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോയാലും നിങ്ങളുടെ ആത്മാവ് എന്നിലൂടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ ആത്മാവ് നിങ്ങളെ ഏത് മേഖലയിൽ തെറ്റിപ്പോയാലും കറക്കി തിരിച്ച് പഠിപ്പിച്ച് ശരിക്കുള്ള റൂട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് അനുഭവങ്ങളില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഇതിന്റെ കാരണം മനസ്സിലായല്ലോ. മുൻ ജന്മങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടിയ വളർന്ന ആത്മാവ് അല്ല നിങ്ങളുടേത്. ഈ ജന്മത്തിലാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നതും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ ഈ ജന്മത്തിലാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അപൂർവം ചില ആത്മാക്കൾക്ക്, ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരൂല. പക്ഷെ അവരുടെ ആത്മീയ അറിവ് വലുതായിരിക്കും. അവർക്ക് ഭയങ്കരമായ ദൈവത്തോട് തീഷ്ണതയായിരിക്കും. പക്ഷെ അവർക്ക് ആ ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളോ ഇതൊന്നും കാണുന്ന ലെവലിലേക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം അവർക്ക് ബ്ലോക്ക്, ചില നെഗറ്റീവ് ശക്തികൾ അവരെ ഈ മേഖല ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ഞാൻ തന്നെ അവരോട് എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് നിന്ന് കാണാൻ പറയും. അവരെ ബ്ലോക്ക് ഞാൻ മാറ്റി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ദൈവം പറഞ്ഞു തരണം, ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ട്, അത് മാറ്റി കൊടുക്കണം എന്ന് ദൈവം പറഞ്ഞാലേ ഞാനത് ചെയ്തു കൊടുക്കുകയുള്ളൂ. പക്ഷെ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാണുന്നില്ല, കേൾക്കുന്നില്ല, എങ്ങനെ പറ്റൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു തരും, ഇത് വളരാത്ത ശിശുവാണ്, വളരാനായിട്ട് അവരെ വിട്ടുകളയുക എന്നെനിക്ക് കിട്ടും. പക്ഷെ പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങൾ ഒന്ന് വളർന്ന് ഒന്ന് കറങ്ങി ലാസ്റ്റ് ഈ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കൂടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് കിട്ടും, അല്ലെങ്കിൽ സ്വന്തമായി വണ്ടി ഓട്ടിക്കണമെങ്കിലും ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും വണ്ടി ഓട്ടിക്കാൻ പറ്റും. പക്ഷെ അതിന് ഗവൺമെന്റ് അത് അംഗീകരിക്കില്ല, അത് കുറ്റമെന്ന് പറയും. അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ആത്മീയ വളർച്ച ഇല്ലാത്തവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായ ആകർഷണവും ഇതേപോലെ ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ നിങ്ങളുടെ ആത്മാവ് അതിനുള്ള പ്രായപൂർത്തിയായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇതിന്റെ ഒരു വശം. അപ്പോൾ ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.